Hi and welcome to the new video. In this video, I'll be discussing about protection against lightning or different protection schemes provided against lightning. And basically, I'll be concentrating on two schemes here. And the main scheme that is by the use of lightning arresters will be explained later in the next video. So as you all know, the lightning may hit a transmission line and maybe due to that some traveling waves will be set up and which will travel along the line and will cause the tripping of the line or break in the line. Again, it will damage the insulators. ഇൻസുലേറ്റേഴ്സിനെ ഡാമേജ് ചെയ്യാം. പിന്നെ എന്താ പറയുക, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ചില കേസിൽ അത് അങ്ങോട്ട് പോയി ഇൻസുലേറ്റേഴ്സ് ബേൺ ചെയ്യുന്നത് മാത്രമൊന്നുമല്ല, ട്രാൻസ്ഫോമേഴ്സും അതായത് ഹെവി ആയിട്ടുള്ള നമ്മളെ കോസ്റ്റ്ലി ആയിട്ട് എക്യുപ്മെന്റ്സിനെ തന്നെ ബേൺ ചെയ്ത് കളയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ്നിങ് അഗെയിൻസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ലൈറ്റ്നിങ് എന്ത് ചെയ്യും, ഈസിയസ്റ്റ് പാത്തിൽ കൂടെ എങ്ങനെയാണോ ഗ്രൗണ്ടിലേക്ക് പോവാൻ അതിനു വേണ്ടി ശ്രമിക്കുന്ന ഇടയിൽ ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാം. ബ്രേക്ക് ചെയ്യാം, അതായത് സർക്യൂട്ട് ലൈൻ ബ്രേക്ക് ചെയ്യാം, ഇൻസുലേറ്ററിനെ ബ്രേക്ക് ചെയ്യാം, ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് ബേൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എക്യുപ്മെന്റ്സ് എല്ലാം കോസ്റ്റ്ലി ആണ്. അതായത് പ്രോപ്പർ ആയിട്ട് നമുക്ക് കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ വേണം. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇത് ലൈറ്റ്നിങ്ങിന് അഗേൻസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. So protection against lightning. Transient or surges on the power system may originate from switching and from other causes, but the most important and dangerous surges are those caused by lightning. ഞാനിവിടെ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈറ്റ്നിങ്ങിന് അഗേൻസ്റ്റുള്ള പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സർജസ് അത്രത്തോളം സിവിയർ അല്ല, ലൈറ്റ്നിങ് ആണ് ഇതിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ലൈറ്റ്നിങ്ങിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ലൈറ്റ്നിങ് എന്നുള്ള രീതിയിൽ പറയുന്നതും അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. The lightning surges may cause serious damage to the expensive equipment in the power system, either by direct strokes on the equipment or by the strokes on the transmission line that reach the equipment as traveling waves. അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ ഡയറക്റ്റ് ആയിട്ട് എക്യുപ്മെന്റ്സിന് ഇഷ്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് ലൈനിൽ കൂടെ ട്രാവലിംഗ് വേവ് ആയിട്ട് വന്ന് നമ്മളുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റിൽ വന്നിട്ട് ആ എക്യുപ്മെന്റ് ഡാമേജ് ഉണ്ടാവും. ഇതർ കേസ് അവിടെ നമുക്ക് ഡാമേജ് ആണ് വരുന്നത്, പവർ ഇൻട്രപ്ഷൻ വരും. പിന്നെ അതേപോലെ ഇൻസ്ട്രുമെന്റ്സ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടം വേറെയും വരും. അപ്പോൾ എന്ത് വേണം, ഇറ്റ് ഈസ് നെസസറി ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ബോത്ത് കൈൻഡ്സ് ഓഫ് സർജസ്. അപ്പോൾ ഡയറക്റ്റ് സ്ട്രോക്ക് ആയാലും ട്രാവലിംഗ് വേവ് കാരണം ഉണ്ടാവുന്ന ഇതായാലും നമ്മൾ രണ്ടിനും എന്ത് കൊടുക്കണം, പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആൻഡ് ദ മോസ്റ്റ് കോമൺലി യൂസ് ഡിവൈസസ് ഫോർ ദ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിവൈസസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്കീംസ് എന്ന് പറയാം. ആൻഡ് ദേ ആർ എർത്തിങ് സ്ക്രീൻ, then overhead ground wires, lightning arresters or surge diverters. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എർത്തിങ് സ്ക്രീൻ എന്ന് പറയുന്നത് മെയിൻലി വലിയ പവർ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സബ് സ്റ്റേഷൻസിനെ മൊത്തമായിട്ട് ഉള്ള ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ്. അതേപോലെ ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നമ്മൾ കൊടുക്കുന്നത് ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കേസിലാണ്. ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് അല്ലെങ്കിൽ സർജ് ഡൈവേർട്ടേഴ്സ് നമുക്ക് ഒരുവിധം എല്ലാ എക്യുപ്മെന്റ്സിനും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് എർത്തിങ് സ്ക്രീൻ ആൻഡ് ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സ് ആണ്. ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് കുറച്ച് ടൈപ്സ് ഉള്ളത് കൊണ്ട് അത് അടുത്ത വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എർത്തിങ് സ്ക്രീൻ ഓർ ഷീൽഡ്, എർത്തിങ് ഷീൽഡ് എന്നും കൂടി പറയും അതിന്, എർത്തിങ് സ്ക്രീൻ ഓർ എർത്തിങ് ഷീൽഡ്. The power stations and substations are generally housed for expensive equipment. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ആൾട്ടർനേറ്റർ, ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയേഴ്സ് എല്ലാം അവിടെ ഉണ്ട്, വളരെ കോസ്റ്റ്ലി ആണ്. ആൻഡ് ദീസ് സ്റ്റേഷൻസ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ഡയറക്റ്റ് ലൈറ്റ്നിങ് ബൈ പ്രൊവൈഡിങ് എർത്തിങ് സ്ക്രീൻ. സോ ഡയറക്റ്റ് ലൈറ്റ്നിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു എർത്തിങ് സ്ക്രീൻ അല്ലെങ്കിൽ ഷീൽഡ് എന്ന് പറയും, മൊത്തം ഒരു കവർ അല്ലെങ്കിൽ മൊത്തം ഒരു സ്ക്രീൻ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുവഴിയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് കോപ്പർ കണ്ടക്ടേഴ്സ് ജനറലി കോൾഡ് ഷീൽഡ് ഓർ സ്ക്രീൻ മൗണ്ടഡ് ഓൾ ഓവർ ദ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഇൻ സബ്സ്റ്റേഷൻ ഓർ പവർ സ്റ്റേഷൻ. ഇപ്പോൾ എല്ലാ എക്യുപ്മെന്റിനും മേലെ മുകളിലോട്ട് തള്ളി നിൽക്കുന്ന കോപ്പർ ബാർസ് അല്ലെങ്കിൽ കോപ്പർ കണ്ടക്ടേഴ്സ്, അതിനെ ഷീൽഡ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ സ്ക്രീൻ എന്ന് വിളിക്കാം. ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എർത്തിങ് സ്ക്രീൻ ഓർ ഷീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഷീൽഡ് ഈസ് പ്രോപ്പർലി കണക്റ്റഡ് ടു ദ എർത്ത് ഓൺ അറ്റ്ലീസ്റ്റ് 2 points through low impedance path.
ഇപ്പോൾ ലോ ഇമ്പിഡൻസ് വയേഴ്സ് വഴി അത് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് 2 പോയിന്റുകളിലെങ്കിലും അറ്റ്ലീസ്റ്റ് ആണ് ഇതിൽ കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇപ്പോൾ പുറത്തോട്ട് മുകളിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കോപ്പർ ഷീൽഡ് അല്ലെങ്കിൽ കോപ്പർ കണ്ടക്ടേഴ്സ് ഓർ കോപ്പർ ബാർസ് ആണ്. അപ്പോൾ ഇവരുടെ നെറ്റ്വർക്ക് കണക്റ്റഡ് ആണ്, അത് ഗ്രൗണ്ടഡുമാണ്. അപ്പോൾ on the occurrence of direct stroke on the station, the screen provides a low resistance path by which the lightning surges are conducted to the ground. ഇപ്പോൾ ലൈറ്റ്നിങ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ സ്ക്രീൻസ് ആണ്, അതായത് ഈ കോപ്പർ ബാർസിനാണ് അതിന് എന്ത് വരിക, കോണ്ടാക്റ്റിൽ വരിക. അപ്പോൾ അവർ ഡയറക്റ്റ് ലോ റെസിസ്റ്റൻസ് പാത്ത് വഴി ഗ്രൗണ്ടിലേക്ക് ഈ ലൈറ്റ് വരുന്ന ചാർജസിനെ ഗ്രൗണ്ടിലോട്ട് വിടും. ആൻഡ് ഇൻ ദിസ് വേ ദ സ്റ്റേഷൻ എക്യുപ്മെന്റ് ഈസ് പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് എനി kind of damage. And the limitation of this method is that it does not provide protection against the traveling waves which may reach the equipment in the station. ഇപ്പോൾ നേരത്തെ നമ്മൾ ഇതിൽ കാണിച്ച പോലെ ട്രാവലിംഗ് വേവ്സ് ചിലപ്പോൾ ഉണ്ടായി വരാം. ആ ട്രാവലിംഗ് വേവ്സ് അലോങ് ദ ലൈനാണ് വരുന്നത്. അത് ഡയറക്റ്റ് നമ്മളെ എക്യുപ്മെന്റിലേക്ക് വന്നാൽ അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം അത് പ്രോപ്പർ ലൈനിൽ കൂടിയാണ് വരുന്നത്, ലൈൻ കണ്ടക്ടേഴ്സിൽ കൂടിയാണ് വരുന്നത്. ലൈൻ കണ്ടക്ടറും നമ്മളുടെ ഈ ഷീൽഡും തമ്മിലൊരു ബന്ധമില്ല. ഷീൽഡ് ഡയറക്റ്റ് ഉള്ള ലൈറ്റിംഗ് സ്റ്റോക്കിന് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രാവലിംഗ് വേവ്സ് വെച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല, ഇതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഒരു ജനറൽ അറേഞ്ച്മെന്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരുവിധം എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സബ്സ്റ്റേഷൻ ആണ്. ഇപ്പോൾ സബ്സ്റ്റേഷനിൽ നമുക്കറിയാം ബസ് ബാർസ് ആണ്, ഇവിടെ കാണാം ട്രാൻസ്ഫോമേഴ്സ് കാണാം, ലൈറ്റ്. അപ്പോൾ ഇതിൽ ഈ മേലെ കാണുന്ന അതാണ് നമ്മുടെ എന്ത് പറയുക, ഷീൽഡ് വയേഴ്സ് which catch lightning and divert to the ground through the towers. സോറി, ഇവിടെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ പൊക്കത്തിലേക്ക് കോപ്പർ ബാർസ് വെച്ചിട്ടുണ്ടാവും. അവരെ പരസ്പരം കണക്ട് ചെയ്ത് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനാണ് നമ്മൾ ലൈറ്റ്നിങ് റോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈറ്റ്നിങ് സ്ക്രീൻ ഷീൽഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ വഴി വയേഴ്സ് വഴി ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ടാവും. മൊത്തം അതിൻ്റെ ഒരു നെറ്റ്വർക്ക് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇത് മാത്രമൊന്നുമല്ല, വേറെ നമ്മൾ പറയാൻ പോകുന്ന ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അതുവഴി അവിടെ ഗ്രൗണ്ട് ചെയ്ത് കളയും. പിന്നെ അടുത്തത് വരുന്നതാണ് ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സ്, മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ടു ട്രാൻസ്മിഷൻ ലൈൻസ് എഗൻസ്റ്റ് ഡയറക്റ്റ് ലൈറ്റ്നിങ് സ്റ്റോക്സ്. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ ഡയറക്റ്റ് ലൈറ്റ്നിങ് സ്റ്റോക്കിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് എന്ത്, ഈ ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സ്. The ground wires are placed above the line conductors. ഇപ്പോൾ ഇത് നമ്മുടെ ലൈൻ കണ്ടക്ടർ ആണ്, അതിൻ്റെ മേലായിട്ട് വേറെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുകയാണ്. At such position that practically all lightning strokes are intercepted by them, that is by the ground wires. അപ്പോൾ ഗ്രൗണ്ട് വയേഴ്സ് എന്തെങ്കിലും ലൈറ്റ്നിങ് വന്നാൽ ഡയറക്റ്റ് അവരുടെ മേത്ത് മാത്രം കണക്ഷൻ വരത്തക്ക രീതിയിൽ ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് എന്ത് കൊടുത്തിട്ടുണ്ടാവുക, ഗ്രൗണ്ട് വയേഴ്സ് കൊടുത്തിട്ടുണ്ടാവുക. ആൻഡ് ദീസ് ഗ്രൗണ്ട് വയേഴ്സ് വിൽ ബി ഗ്രൗണ്ടഡ്, ആൻഡ് ദീസ് ഗ്രൗണ്ട് വയേഴ്സ് ആർ ഗ്രൗണ്ടഡ് അറ്റ് ഈച്ച് ടവർ ഓർ പോൾ ത്രൂ ലോ റെസിസ്റ്റൻസ് ആസ് പോസിബിൾ. ഇപ്പോൾ ലോ റെസിസ്റ്റൻസ് വഴി ഇതിനെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. എവിടെയാണ്, ടവർ ഓർ പോൾ ലൊക്കേഷൻസിലായിട്ട് അതിനെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പോളിൻ്റെ ഓരോ ടവറിൻ്റെ ഇതിൽ വരുമ്പോൾ അതിൽ വീണ്ടും എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഡ്യൂ ടു ദയർ പ്രോപ്പർ ലൊക്കേഷൻ ദ ഗ്രൗണ്ട് വയേഴ്സ് വിൽ ടേക്ക് അപ്പ് ഓൾ ദ ലൈറ്റ്നിങ് സ്റ്റോക്ക് ഇൻസ്റ്റെഡ് ഓഫ് അലവിങ് ദം ടു ലൈൻ കണ്ടക്ടേഴ്സ്. അപ്പോൾ ലൈൻ കണ്ടക്ടേഴ്സിലേക്ക് വരാൻ്റെ അവർ തന്നെ എടുത്തോളും, ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സ് ഓർ എന്തെടുത്തോളും, ഈ ലൈറ്റ്നിങ്ങിനെ എടുത്ത് അവർ ഗ്രൗണ്ട് ചെയ്തോളും. അപ്പോൾ ഇവിടെ നമ്മുടെ ടവർ ഓൾറെഡി ഗ്രൗണ്ടഡ് ആയിരിക്കും. ഇപ്പോൾ ഇത് എന്താ ലൈറ്റ്നിങ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സും ഇതുപോലെ ഡയറക്റ്റ് എടുത്തിട്ട് അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തോളും, ഗ്രൗണ്ട് ചെയ്തോളും. ഓക്കെ, നമുക്കിതിൽ കണ്ടറിയാം ഇത് നമ്മൾ എന്താണ്, പിന്നെ ഇത് ഇൻസുലേറ്റേഴ്സ് ആണ്, ഇതാണ് നമ്മളുടെ 3 ഫേസ് കണ്ടക്ടേഴ്സ് വരുന്നത്. അപ്പോൾ അതിന് മേലെ ആയിട്ടാണ് എന്ത് വരുന്നത്, ഈ ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സ് വരുന്നത്. ഓക്കെ, so when the direct lightning stroke occurs on the transmission line, it will be taken up by the ground wires, and the heavy lightning current, say 10 kiloampere to 50 kiloampere from the ground wire, will flow to the ground, thus protecting the line from the harmful effects of lightning. And the degree of the protection provided by the ground wires will depend upon the ഫൂട്ടിംഗ് റെസിസ്റ്റൻസ് ഓഫ് ദ ടവർ. ഇപ്പോൾ ഈ ടവറിൻ്റെ ചോട്ടിലാണ് എന്ത് കൊണ്ടുപോയിട്ട് എർത്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ എന്തായാലും എർത്ത് വയറാണ്, അത് അവസാനം ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവുക ഇതിൻ്റെ ചോട്ടിലാണ്, ഇതിൻ്റെ ഫൂട്ടിങ്ങിലാണ്. അപ്പോൾ ആ ഫൂട്ടിങ്ങിൻ്റെ റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എത്രത്തോളം പ്രൊട്ടക്ഷൻ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ജനറൽ ടവർ അറേഞ്ച്മെൻ്റ് ആണ്. നമുക്കറിയാം കണ്ടക്ടേഴ്സ് ആണ്, ഇതാണ് കണ്ടക്ടേഴ്സ്, അതിൻ്റെ ഒക്കെ മുകളിലായിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ എർത്തിങ് വയർ വരുന്നത്. ഇത് ക്രോസ് ആംസ് ആണ്, നമുക്കറിയാം. ഇവിടെ ഡാമ്പേഴ്സ് ഉണ്ടാവും ഇതിൽ, അതുപോലെ ഇൻസുലേറ്റേഴ്സ് അറിയാം. പിന്നെ ഇത് സ്പേസേഴ്സ് ആണ്, പരസ്പരം കണക്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അവർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൂട്ടിംഗ് റെസിസ്റ്റൻസ് R1 ohms ആണെന്ന് വിചാരിക്കുക. ഇതാണ് R1 ohms ആണ്. ആൻഡ് ദാറ്റ് ദ ലൈറ്റ്നിങ് കറണ്ട് ഫ്രം ദ ടവർ ടു ദ ഗ്രൗണ്ട് ഈസ് I1 ആംപിയർ. I1 ആംപിയർ ആണ് കറണ്ട് എന്ന് വിചാരിക്കാം. ആൻഡ് ദ
ടവർ റൈസസ് ടു എ പൊട്ടൻഷ്യൽ വി ടി അല്ലേ? ഇപ്പോൾ ടവറിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? വി ടി ആയിരിക്കും. ഈ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഗിവൺ ബൈ I1 ഇൻറ്റു R1. ആൻഡ് സിൻസ് വി ടി ഈസ് ദ അപ്രോക്സിമേറ്റ് വോൾട്ടേജ് ബിറ്റ്വീൻ ദ ടവർ ആൻഡ് ദ ലൈൻ കണ്ടക്ടർ, സോ അത് ടവറിനും കണ്ടക്ടറിനും ഇടയിലുള്ള ഒരു വോൾട്ടേജ് ആയിട്ടാണ് വരിക അല്ലേ? ആൻഡ് ദിസ് ഈസ് ഓൾസോ ദ വോൾട്ടേജ് ദാറ്റ് വിൽ അപ്പിയർ അക്രോസ് ദ സ്ട്രിങ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഈ ഇൻസുലേറ്റർ സ്ട്രിങ്ങിന് അക്രോസ് എന്ത് വോൾട്ടേജ് തന്നെയാണ് വരാൻ പോകുന്നത്? ഈ ഒരു വോൾട്ടേജ്. കാരണം ടവറും കണ്ടക്ടറും ഇടയിലാണ്. ഇതാണ് ടവർ. ഇതിന്റെ ഇടയിൽ ഈ ഒരു വോൾട്ടേജ് വരും. ആൻഡ് ഇഫ് ദ വാല്യൂ ഓഫ് ദിസ് വി ടി ഈസ് ലെസ് ദാൻ ദ റിക്വയർഡ് കോസ്റ്റ് ഇൻസുലേഷൻ ഫ്ലാഷ് ഓവർ ദർ ഇസ് നോ പ്രോബ്ലം. അപ്പോൾ അതായത് നമ്മളുടെ ഈ ഒരു വാല്യൂ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അറിയാം ഒരു സെറ്റ് ഓഫ് സ്ട്രിങ്സിന് എത്ര ആയിരിക്കും അതിന്റെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി എന്നുള്ളത്, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് അതിലും മേലെയായി കഴിഞ്ഞാലാണ് ഇതിന് ഇഷ്യൂ ഡാമേജ് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ഫുഡിങ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചും കൂടി നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻസുലേറ്റേഴ്സ് കൂടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് കൺസിഡറബിൾ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡയറക്റ്റ് ലൈറ്റ്നിങ് സ്ട്രോക്സ് ഓൺ ട്രാൻസ്മിഷൻ ലൈൻസ്. ട്രാൻസ്മിഷൻ ലൈന് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും. ഗ്രൗണ്ടിങ് വയർ പ്രൊവൈഡ്സ് ഡാമ്പിംഗ് എഫക്ട് ഓൺ എനി ഡിസ്റ്റർബൻസ് ട്രാവലിംഗ് അലോങ് ദ ലൈൻ ആസ് ഇറ്റ് ആക്ട്സ് ആസ് എ ഷോർട്ട് സർക്യൂട്ടഡ് സെക്കൻഡറി. ഇപ്പോൾ ഈ ഗ്രൗണ്ടിങ് വയേഴ്സ് ഒരു ഡാമ്പിംഗ് എഫക്ട് കൊടുക്കും ട്രാവലിംഗ് വേവ്സിന്. അപ്പോൾ ഒന്ന് അതിനെ പിടിച്ച് നിർത്താൻ ശ്രമിക്കും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് അഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ ഫീൽഡ്സ്. Thus, it reduces the voltages induced in the line conductors due to the discharge of the neighboring cloud. ഇപ്പോൾ നൈബറിംഗ് ക്ലൗഡിന് ഡിസ്ചാർജ് വലിയ എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ നോക്കണം. പക്ഷേ അതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ? അഡീഷണൽ കോസ്റ്റ്, വേറെ അഡീഷണൽ ലൈൻ വലിക്കാൻ അഡീഷണൽ കോസ്റ്റ് വരും. ആൻഡ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഇറ്റ്സ് ബ്രേക്കിംഗ് ആൻഡ് ഫോളിംഗ് അക്രോസ് ദി ലൈൻ കണ്ടക്ടേഴ്സ് ദർ ബൈ കോസിങ് ദ ഷോർട്ട് സർക്യൂട്ട്. ഇത് പൊട്ടി വീഴാനുള്ള സാധ്യത ഉണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ താഴെ കിടക്കുന്നത് നമ്മൾ ലൈൻ കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള, ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ദിസ് ഒബ്ജെക്ഷൻ ഹാസ് ബീൻ ഗ്രേറ്റ്ലി എലിമിനേറ്റഡ് ബൈ യൂസിങ് ഗാൽവനൈസ്ഡ് സ്റ്റാൻഡേർഡ് സ്റ്റീൽ കണ്ടക്ടേഴ്സ് ആസ് ഗ്രൗണ്ട് വയേഴ്സ്. ദിസ് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ടു ദ ഗ്രൗണ്ട് വയേഴ്സ്. അപ്പോൾ ഗ്രൗണ്ട് വയേഴ്സ് കുറച്ചും കൂടി നല്ല മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് വെച്ചിട്ടാണ്? ഗാൽവനൈസ്ഡ് സ്റ്റാൻഡേർഡ് സ്റ്റീൽ കണ്ടക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊട്ടി വീഴാനുള്ള സാധ്യത കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ വി ക്യാൻ eliminate this possibility of short circuit. ഓക്കെ, ഇത്രയാണ് തൽക്കാലം ഈ ഒരു ഇതിൽ പറയുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞത് എന്താ? എർത്തിങ് സ്ക്രീൻ അല്ലെങ്കിൽ ഷീൽഡും ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സും. എർത്തിങ് സ്ക്രീൻ അല്ലെങ്കിൽ ഷീൽഡ് നമ്മൾ പവർ സ്റ്റേഷനിൽ അല്ലെങ്കിൽ സബ് സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. ഓവർ ഹെഡ് ഗ്രൗണ്ട് വയേഴ്സ് എന്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്? ട്രാൻസ്മിഷൻ ലൈൻ. അടുത്തതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ വരുന്നത് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഓർ സർജ് ഡൈവേർട്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ അത് അടുത്തതിൽ കാണാം.